യഥാർത്ഥത്തിൽ ഇപ്പൊ പൂക്കി മുഖ്യമന്ത്രി എന്നാണ് നമ്മളെ വി ഡി സതീശൻ അദ്ദേഹത്തെ അറിയുന്നത്. അതായത് യൂത്തിന്റെ പ്രതിനിധി എന്ന് വിശ്വസിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പൂക്കി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ മോൻ ചാണ്ടി ഉമ്മൻ തന്നെയാണ്. അദ്ദേഹത്തെ പോലെ ഇത്രയും നിഷ്കാമമായിട്ട് ജനങ്ങൾക്കിടയിൽ ഓടി നടന്ന് അപ്പനേക്കാളും സ്കോർ ചെയ്തിട്ടാണ് അദ്ദേഹം ഇപ്രാവശ്യം ജയിച്ചത്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയെ പോലെ ഒരു മുഖ്യമന്ത്രിയുടെ ഗുഡ്വില്ലും അദ്ദേഹത്തിന്റെ സാക്രിഫൈസിങ്ങും ഇതെല്ലാം നമ്മൾ മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. കേരളം മറന്നിട്ടില്ല. അപ്പൊ അദ്ദേഹത്തെ എത്രമാത്രം കഴിഞ്ഞ സമയത്ത് വേദനിപ്പിച്ചതെന്നും രാഷ്ട്രീയപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതിരോഗികൾ അദ്ദേഹത്തെ ഉപദ്രവിച്ചതെല്ലാം മലയാളികൾ മറന്നിട്ടില്ല. ആ ഒരു ഇതിൽ ഇപ്രാവശ്യം UDF ഭരണം കിട്ടി. പക്ഷെ 100% ആദ്യം ചാൻസ് കൊടുക്കേണ്ടിയിരുന്നത് ചാണ്ടി ഉമ്മനായിരുന്നു. കാരണം അദ്ദേഹം വിലപേശൽ നടത്തിയിട്ടില്ല മറ്റുള്ളവരെ പോലെ. അദ്ദേഹം ഒരു രീതിയിലും രാജ്യഭീഷണി നടത്തിയിട്ടില്ല. അപ്പൊ ഒരു സാത്വിക മനോഭാവത്തിൽ ജീവിക്കുന്ന 100% ഞാൻ പറയും. എനിക്ക് വ്യക്തിപരമായിട്ട് അത്രയും ബന്ധമുള്ളതുകൊണ്ട് പറയാണ്, ചാണ്ടി ഒരു ലിറ്റിൽ മോങ്കാണ്, ഒരു സന്യാസി മനോഭാവമുള്ള ഒരു ഇതാണ്. അപ്പൊ അത്രയും ഒരു യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ എന്നെ പോലെയുള്ള സന്യാസികൾ രാഷ്ട്രീയത്തിൽ കൂടുതൽ ഇൻവോൾവ് ആവുന്ന എന്തിനാണ്? നേതാക്കൾക്ക് ധർമ്മബോധം കൊടുക്കാനാണ്. എത്തിക്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഒരിക്കലും ഒരു വേശിയുടെ സ്വഭാവം നമ്മൾക്ക് നല്ലതല്ല. വേശികളുടെ പ്രത്യേകത എന്താണ്? എല്ലാരെയും കാണുമ്പോൾ കെട്ടിപ്പിടിക്കും, എല്ലാരെയും കാണുമ്പോൾ ചിരിക്കും, ഭയങ്കര ഒരു പൊളൈറ്റ് ആയിട്ട് പെരുമാറും. അപ്പൊ ആൾക്കാർ വിചാരിക്കും വളരെ നല്ല ആളാണെന്ന്. പക്ഷെ ഒരു വെർജിൻ ആയിട്ടുള്ള ഒരു പെണ്ണിച്ചിരി അഡമന്റ് ആയിരിക്കും, അറഗന്റ് ആയിരിക്കും, ചിലപ്പോ സ്റ്റബോൺ ആയിരിക്കും. പക്ഷെ അവരെ ഇഷ്ടപ്പെടില്ല. അതുപോലെ ആവരുത്. പക്ഷെ വേശിയുടെ പ്രത്യേകത എന്താ? 11 മണിക്ക് ഒരു സ്ത്രീയുടെ കൂടെ ഒരു പുരുഷൻ നിൽക്കുന്ന ഒരു സീനാണെങ്കിൽ ആ 11 മണിക്കുള്ള സ്ത്രീയുടെ മനസ്സ് കാണുന്ന എപ്പോഴും എന്താണ്? 1:30 അടുത്ത കസ്റ്റമർ വരുന്നതിനെ പറ്റിയാണ്. വേറെ ഒന്നിലും അവർക്ക് ധർമ്മമില്ല. അപ്പൊ അതേപോലുള്ള ധർമ്മമില്ലാത്ത പോക്കാണ് UDF മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ പൂക്കിനെ എല്ലാവരും കൂടെ ഊക്കും. അതുകൊണ്ടാണ് ഇപ്പൊ യൂത്ത് പറയുന്നത് പൂക്കി ഡോൺ ബി എ ഊക്കി എന്ന്. സോ 100% നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മകനെ കൺസിഡർ ചെയ്തില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ എന്റെ ഇതിനകത്തുള്ള കമന്റ്സ്, എനിക്ക് പേഴ്സണലി വരുന്ന മെയിൽസ് അല്ലെങ്കിൽ മെസ്സേജ്, എന്തുകൊണ്ടാണ് VD സതീശനെ പോലെ ഒരാളെ സപ്പോർട്ട് ചെയ്തിട്ട് ചാണ്ടിക്ക് സപ്പോർട്ട് ചെയ്യാത്തതെന്ന് ഇത് അങ്ങ് ചോദിച്ച പോലെ തന്നെ എന്നോടും ചോദിക്കുകയാണ്. പക്ഷെ ഇതിൽ എനിക്ക് UDF ഈ ഒരു നിലപാടിനോട് യോജിക്കുന്നില്ല. ഇത് UDF VD സർക്കാരിന്റെ അല്ലെങ്കിൽ VD സതീശന്റെ സർക്കാർ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് സമൂഹത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ 100% സപ്പോർട്ട് ചെയ്ത ആൾക്കാരെല്ലാവരും അദ്ദേഹത്തിന് തിരിയും. കാരണം അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തത് ഒരു മാറ്റം വരാൻ വേണ്ടി വലിയ പ്രതീക്ഷയുള്ള സത്യസന്ധരായിട്ടുള്ള ഒരു ജനങ്ങളാണ് VD സപ്പോർട്ട് ചെയ്തത്. അപ്പൊ ആ VD, അങ്ങനത്തെ ഒരു VD ഒരു ചതിയനായി മാറിയാൽ, അല്ലെങ്കിൽ ചതിയുടെ രീതിയിലാണ്, ഒരു ഓപ്പർച്യൂണിസ്റ്റ് ആണ്, ഒരു അവസരവാദിയാണ് എന്നൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ചാൻസസ് ഉണ്ടായാൽ അത് VDയുടെ എന്നേക്കുമായിട്ട് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയർ അവസാനിക്കും. നേതാക്കൾക്ക് ഉപദേശം നൽകുന്നതൊക്കെ നടക്കുന്നു. പക്ഷെ ഇതിനൊക്കെ അപ്പുറം സ്വന്തമായ ഒരു രാഷ്ട്രീയ വിലാസം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുണ്ടോ? രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നുണ്ടോ? ഈ ഉത്തർപ്രദേശിലൊക്കെ സംസ്ഥാനം ഭരിക്കുന്നത് തന്നെ സന്യാസിമാരാണോ? അനീഷി, ആക്ച്വലി ഓൾ ഓഫ് എ സഡൻ ഒരു മൂവ്മെന്റ് വരാൻ പാടില്ല. ജനങ്ങൾ ഇപ്പോഴും പല സമയങ്ങളിൽ ഡൈലമയിലാണ്. ജനങ്ങൾ മനസ്സിലാക്കട്ടെ ആരാണ് ജനങ്ങളുടെ വൈബെന്നും ആരാണ് റിയൽ എന്നും ആരാണ് ഫേക്ക് എന്നും ജനങ്ങൾ മനസ്സിലാക്കണം. അപ്പോ ഇപ്പൊ TVK വന്നു, ശരിയാണ്, അങ്ങ് പറഞ്ഞു, അണ്ണാമലൈ പുതിയ പാർട്ടി രൂപീകരിക്കാൻ പോവുകയാണ്. 100% അൺബൈസ്ഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ നോൺ റിലീജിയസ് ആയിട്ടും അൺബൈസ്ഡുമായിട്ടുള്ള, മതപരമായിട്ട് ചിന്തിക്കാതെ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, ജാതിവെറിയില്ലാത്ത ഡെമോക്രാറ്റിക് ഒരു മൂവ്മെന്റ് 100% കേരളത്തിൽ ഉണ്ടാവും. ഒരു രാഷ്ട്രീയ മാറ്റം. ശ്രീനാരായണ ഗുരുദേവൻ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞെങ്കിൽ ഒരു രാഷ്ട്രീയം കൂടെ വേണം. പ്ലസ് ഒരു സാധനം കൂടെ നമ്മൾ ആഡ് ചെയ്യണം. നല്ലൊരു രാഷ്ട്രീയ പാർട്ടി അടുത്ത 59 മാസത്തിനുള്ളിൽ കേരളത്തിൽ വരും. അടുത്ത സമയത്ത്. കാരണം ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് ഈ മുത്തശ്ശി പാർട്ടികളെല്ലാം 2ാം തട്ടിലേക്ക് വരും. കാരണം ഇപ്പൊ ഈ കോക്രോച്ച് പാർട്ടി പോലും ഇപ്പൊ വന്നു കഴിഞ്ഞു. ഈ കോക്രോച്ച് പാർട്ടിയുടെ പ്രത്യേകത ആവേശത്തിൽ തുടങ്ങിയിരിക്കുന്നതാണ്. പക്ഷെ അതിനകത്തൊരു ധാർമ്മിക് സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു സാധനം വേണം. ശരീരം മാത്രം പോരല്ലോ, ആത്മാവും വേണമല്ലോ. ആത്മാവ് മാത്രം മതിയോ, ധാർമ്മിക മൂല്യങ്ങളും വേണമല്ലോ. അപ്പൊ ഇതെല്ലാം കൂടെ ഒരു ട്രയാങ്കിൾ രീതിയിൽ വരണം.
അപ്പൊ നമ്മൾ ഒരു മോബ് കൂടി കുറെ പേര് ആവേശത്തിൽ വന്നു. അപ്പൊ അതിനകത്ത് ലേസികളായിട്ടുള്ള കുട്ടികളുണ്ടോ, മടിയുള്ളവരുണ്ടോ, പണിയെടുക്കാത്തവരുണ്ടോ എന്നൊക്കെ ചോദിച്ചാണ് അവർ ക്യാമ്പയിനിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ കുറെ പേര് ഒരു ഫണ്ണായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ നമ്മൾ ഫണ്ണായിട്ടല്ല, വളരെ സീരിയസ് ആയിട്ട് വേണം അതിനെ എടുക്കാൻ. കാരണം ഇവിടെ ഒരുപാട് വിഷയങ്ങളുണ്ട് കേരളത്തിൽ അഡ്രസ് ചെയ്യേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ. ഇവിടുത്തെ വലിയ ജൈജാന്റിക് പാർട്ടീസ് ഒന്നും അതിൽ എടുക്കുന്നില്ല. ഇപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വിഷയം 24 മണിക്കൂർ കഴിഞ്ഞു പത്രസമ്മേളനം നമ്മൾ നടത്തിയിട്ട്. ഇവിടുത്തെ പോലീസിനെ ഇത്രയും ധാർമ്മികമായിട്ട്, പണ്ടത്തെ പോലെയല്ല, വളരെയധികം എനർജറ്റിക് ആയിട്ടും ധാർമ്മികമായിട്ട് വർക്ക് ചെയ്യുന്ന പോലീസിനെ പോലും കള്ളന്മാരാണെന്ന് പറഞ്ഞു. ഗവൺമെന്റിനെ എതിർത്ത് നിൽക്കുന്നു. എന്നിട്ട് പോലും ഈ വി ഡി സതീശൻ സർക്കാർ ഈ കൊട്ടാരത്തിൽ ഇത്രയും മോഷണം നടന്നവർക്കെതിരെ ആക്ഷൻ എടുത്തിട്ടില്ല, ഒരു വാക്ക് മിണ്ടിയിട്ടില്ല. ഇതെല്ലാം ജനം കാണുകയാണ്. വെറുതെ നമ്മൾ പറയും ഈ പറയുന്ന BJP-ക്കാരെ പോലെ, അതായത് യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരുന്ന് അപ്പിയിടുന്ന ആൾക്കാര് CPM-ൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ UDF-ൽ ഉണ്ടെങ്കിൽ അതിനെ വിമർശിക്കാൻ വേണ്ടി യൂറോപ്യൻ ക്ലോസറ്റിൽ എണീറ്റ് നിന്ന് അപ്പിയിടുന്ന BJP-ക്കാരെ പോലെ ആവരുത് പൂക്കിയുടെ വിമർശനം. പാർട്ടി ഉണ്ടാവും, 100% ഉണ്ട്, പുതിയ പാർട്ടി 100% ഒരു പുതിയ പാർട്ടി. പക്ഷെ അതില് ഞാൻ വീണ്ടും പറയാണ്, അതിനകത്ത് മതത്തിന്റെ ടച്ച് വരില്ല, ജാതിയുടെ ഷെയ്ഡ്സ് ഉണ്ടാവില്ല, പ്യൂർലി ഡെമോക്രാറ്റിക് ആയിരിക്കും. ആൻഡ് വി വോണ്ട് സംതിങ് ന്യൂ. ഓൾവേസ് വി ആർ ഫോക്കസിങ് സംതിങ് ഇൻ എ ഡിഫറെന്റ് വേ. കാരണം ഒരു നിയോ പാർട്ടി, ഒരു നെക്സ്റ്റ് ജെൻ പാർട്ടി ആയിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.